ഏട്ടൻ എങ്ങോട്ടാ? ഇന്നലെ ഒരാളെ ആശുപത്രിയിലാക്കില്ലേ, എന്തായെന്ന് നോക്കിട്ട് വരാം. ഒരു സാധു മനുഷ്യൻ. രക്ഷപ്പെടുവോ? രക്ഷപ്പെടണം. അയാൾക്കും ഉണ്ടാവില്ലേ നമ്മളെ പോലെ ചില വികൃതി പിള്ളേര്. ഇത്തവണത്തെ ലീവില് ഞാൻ നിനക്കൊരു കൊച്ചു മേനെ കണ്ടുപിടിക്കും. എന്താ ഒരു കല്യാണമൊക്കെ ആയിക്കൂടെ? വേണ്ട, എനിക്ക് വീട്ടിൽ നിന്ന് പോവാനേ തോന്നുന്നില്ല. അതിവിടെ അതൊക്കെ ഏത് പെണ്ണുങ്ങളും പറയുന്നതാ. അമ്മായിയുടെ മേനോടെ മുറ്റത്തുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? പതിവ് സർക്കസ് തന്നെ. സർക്കസോ? എന്തോന്ന് രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത്? വേണ്ട, കണ്ണു വെക്കണ്ട. ത്രിപുലാദിറ്റ് തിളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ടാ വയസ്സ് 56 കഴിഞ്ഞിട്ടും നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണത്. അവള് കാഞ്ഞരാ, അതിന് വ്യായാമൊന്നും ആവശ്യമില്ല. അമ്മാവന്റെ നാവില് വികട സരസ്വതിയാണെന്നാ അമ്മായി പറയുന്നത്. അതവള് പറഞ്ഞു നേരാ. ഞങ്ങളുടെ മനപ്പൊരുത്തം തന്നെ ആ വികട സരസ്വതിയുടെ കയ്യിലാ. നീ എവിടേക്കാ? ആശുപത്രി വരെ. അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് വരാം. പോയി നോക്ക്. മനുഷ്യന്റെ ഒരു ഗതി. അല്ല, ബാറ്ററി ചാർജ് ചെയ്തോ? ആരുടെ? ബൈക്കിന്റെ. അത് ചെയ്തു. പെട്രോൾ ഉണ്ടോ? 5 ലിറ്റർ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടാവോ? ചവിട്ടി നോക്ക്. വളയുന്നതും തിരിയുന്നതും കണ്ടാ തോന്നി ഇപ്പം മേനോൻ ഇത് പൊക്കി എടുത്തോണ്ട് ഓടുവന്ന്. മതി മതി, അതിന്റെ കാറ്റ് തട്ടി വീഴണ്ട. അങ്ങോട്ട് മാറി നിക്കേ. മനസമാധാനത്തോട് ഉണ്ണിയാ വണ്ടി എടുത്തോണ്ട് പോയിക്കോട്ടെ. നാണമില്ല. ഡോക്ടർ, ഐ ആം ക്യാപ്റ്റൻ വിജയ് മേനോൻ. ഞാൻ ഇന്നലെ ഒരു പേഷ്യന്റിനെ... ആക്സിഡന്റ് കേസല്ലേ? ഹീസ് ഡെഡ്. ഞാൻ കൊന്നു ചെയ്യേണ്ടി വന്നില്ല. അതിനുമുമ്പ് ആള് പോയി. ഒന്ന് പോയി നോക്കാം. അറിയോന്ന്? ഈ കത്തുന്നത് ദൈവമാണ് മോനെ, ദൈവം. മോനെങ്ങനെ പരിചയം? ഞാൻ നേരത്തെ അറിയും. ആരൊക്കെയോ എടുത്ത് പെരുമാറിയതാ, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ലോറിക്കാരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. പറഞ്ഞിട്ടെന്താ? മരിച്ചുപോയി. ബന്ധുക്കളായിട്ട് ഒരു മോളുണ്ട്. തള്ളക്ക് വീടറിഞ്ഞ മുതൽ ബോധമില്ല. ഡോക്ടറിന് കുത്തി വെച്ചിട്ടുണ്ട്. കത്തിയങ്ങ് പിടിക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. കുമാരേട്ടൻ്റെ വാശി തീയോട് നന്നായി കാണിക്കുന്നുണ്ട്. കുമാരേട്ടൻ? ഞാൻ ഈ പേര് എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെ വിളിച്ചിട്ടുണ്ട്? കുമാരേട്ടൻ. എന്തായി? അയാള് മരിച്ചു. കഷ്ടം. അതൊരു യോഗം അല്ലാണ്ട് എന്താ പറയാ. പരിചയമില്ലാത്ത നന്നായി. അത്രയും കുറച്ച് ദുഃഖിച്ചാൽ മതിയല്ലോ. യുദ്ധത്തിലുള്ള മരണം പോലല്ല സമാധാനത്തിലുള്ള മരണം. അത് വല്ലാതെ മനസ്സ് തട്ടും. നീ ഏട്ടന് കടുപ്പത്തിൽ ചായ ഇട്ട് കൊടുക്ക്. അവനൊന്ന് ഉഷാറാവട്ടെ. അതിനിവിടെ ചായപ്പൊടിയില്ല. എന്നാ കാപ്പി ഇട്ട് കൊടുക്ക്. കാപ്പിപ്പൊടിയില്ല. കാപ്പിയും ചായയും കൊടുത്ത് മാറ്റാൻ എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഉഷാറ് കേടുമില്ല. അല്ല, നീ എങ്ങോട്ടാ മോനെ പോന്നത്? ചായ തരാം. ചായയും കാപ്പിയും ഒന്നും വേണ്ട. എനിക്ക് ടൗൺ വരെ ഒന്ന് പോണം, കുട്ടി ഹസനെ കാണാൻ. ഉമ്മ, മോന്റെ ലീവും കാത്തിരിക്കാ കുട്ടിയസൻ. വന്നിട്ട് 2 ദിവസമായിരുന്നു. നാട്ടുകാരെ സഹായിക്കാൻ നടക്കാന്നൊക്കെ അവൾ അറിഞ്ഞ്. പഠിച്ചോനെ, ഇൻഷാ അല്ലാന്നും പറഞ്ഞ് കഴിഞ്ഞല്ലോ അതിർത്തിയിലേക്ക് പോയ ആളാണ്. ആയുസോട് തിരിച്ചു വന്നൂല.
നമ്മള് പഠിച്ചോനെ സമ്മതിച്ച്. കൊല്ലം മുഴുവൻ ഇങ്ങനെ പേടിച്ച് കഴിയാൻ വയ്യാത്തോണ്ടോ മോനെ ഉമ്മ കുട്ടിയച്ഛനെ പട്ടാളത്തിൽ വിടാത്തത്. ഓനിക്ക് വലിയ പൂതിയാണ് ഈ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെടിവെക്കാനെ കൊണ്ട്. ഇതാരാണ് ഉമ്മ? അതാണ് റുക്കിയ, താഴത്തെ പുരയില് പുതിയ താമസക്കാരാ. ഇവിടെ പാടി, ഇവിടെ വരാന്. എന്തിനാ എന്റെ കയ്യിലൊരു പാത്രം? വല്യപ്പ പറഞ്ഞു ഇത്തിരി കോയിന്റെ ചാറ് തരാൻ. അന്റെ വല്യൂപ്പാന്റെ കോഴി വേവള് ഞമ്മന്റെ അടുക്കളയിലാണെന്ന് എന്നോട് ആരടി പറഞ്ഞത്? ഇത് അഹമ്മതി അല്ല മോനെ, കുട്ടിയച്ഛന്റെ കൽബെടുത്ത് നമ്മൾ ഓളുടെ കൈ കൊടുത്തിക്കണം. പിന്നെ ചട്ടിയിൽ വേവണ കോഴി മുഴുവനും ഓളുടെ അല്ല, ഓക്കെ നിർത്താ പോരെ. ഓൻ കെട്ടു തൂക്കിയ നല്ല കുട്ടിയാണ്, ഓളെ എന്നേക്കാ നന്നായിട്ട് പാടും. കുട്ടിയച്ഛനോടെ പറഞ്ഞ പോലെ കുട്ടിയച്ഛൻ എവിടെ? ഒരു ബ്രേക്ക് നോക്കാൻ പോണത് നമ്മള് കണ്ട്. ബ്രേക്കാ? ഇതേത് സ്ഥലവാ? മാറ്റാത്തൊടി. എന്താ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, ഞാനൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിങ്ങൾ എന്താണുമ്മ തൈര് കടയണ? ഇത് തലയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിച്ചാൻ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാ പോരാന്ന്, പിന്നെ നീന്താനും കൂടെ പഠിച്ചണോന്ന്. കൊള്ളത്തിലായത് നന്നായി, വല്ല കടലിലോ മറ്റോ ആയിരുന്നെങ്കിൽ. നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണിയും തിന്ന് പോയതാണ് ബ്രേക്ക് ചവിട്ടാനും. ചവിട്ടേണ്ട കുഴപ്പമില്ല ഉമ്മ, ബ്രേക്ക് പോരാ. പോരാന്നല്ലേ ഇല്ല. ആരോ ഓണടിക്കുന്നുണ്ടല്ല. ഉമ്മ എന്താന്ന് വിചാരിച്ച് ഞാനാ ഹോൺ അടിച്ചത്. എന്താ സുഖമില്ലേ? ഫുൾ ചെക്കിംഗ്, പിന്നെ ട്യൂണിങ്ങും ഗിയർ ബോക്സിന്റെ പണി. മുതലാളി നാളെ വരും. ഫുൾ ചെക്കിങ്ങും ഹാഫ് ചെക്കിങ്ങും ഒക്കെ ഇനി 56 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ കുറച്ച് ദിവസം ലീവില്ല. ലീവോ? എന്ത് ലീവ്? മിലിറ്ററി ലീവ്. ഞാനൊന്ന് അതിർത്തി വരെ പോവാടോ. നോക്ക്, താക്കോല് വാങ്ങാതെ ആസം പോയത്. ചെയ്യുന്ന പണിക്ക് ഇത്തിരി കൈപ്പുണ്യം ഉള്ളത് കൊണ്ടാ മുതലാളി വണ്ടി ഇവിടെ തരുന്നത്, അല്ലാതെ വേറെ വർഷാപ്പില്ലാത്തതുകൊണ്ടല്ല. അനക്ക് വേറെ വർഷാപ്പ് കാണും, പക്ഷേങ്കി എനക്കോ ഒന്നേ ഉള്ളു. കൈപ്പുണ്യം എല്ലാ ദിവസവും ഉണ്ടാവൂ ചന്ദിര. ആ പോയ പോക്ക് കണ്ടാ, ഓനെ ഇനി 56 ദിവസം കജ്ജാണ്ട് ഉമ്മാക്ക് പോലും കിട്ടൂല. ഓ എത്തിയോ? എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങളൊരു കലക്ക് കലക്കി ഉഗ്രൻ ഷോപ്പിംഗ്. അമ്മായിക്കുള്ള പട്ടുസാരി മുതൽ അമ്മാവനുള്ള ഹെയർ ഡൈ വരെ ഇതിനകത്തുണ്ട്. അതിർത്തി കിടക്കുന്ന ഉണ്ണി വർഷത്തിൽ ഒരിക്കൽ ലീവിന് വരുന്നത് സമ്മതിക്കാം. ഈ വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് കിടക്കുന്ന നീരെവിടെയായിരുന്നു ഇത്രയും കാലം? അതെ, മനസ്സറിഞ്ഞ് വിളിച്ചാ കുട്ടിയച്ഛൻ കേൾക്കും അല്ലേ? അതെ, പക്ഷെ മനസ്സറിഞ്ഞ് വിളിക്കണം, ദൂക്കില് വിളിയാകരുത്. അല്ലാ ബാങ്ക് കൊടുത്ത് ഒന്ന് ഈ നിസ്കരിക്കണം. ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് നിന്നോട് ബഹുമാനമാ. എവിടെയായിരുന്നാലും നിസ്കാരം മുടക്കത്തില്ലല്ലോ. അതൊക്കെ ദൈവത്തിനെ മണിയടിക്കുന്നതല്ലേ അമ്മായി. കുരുത്തക്കേടുകൾ ഒരുപാട് കാണിക്കുന്നവര് മുടങ്ങാതെ ദൈവത്തിനെ വിളിച്ചോണ്ടിരിക്കണം അല്ലേ? അതെ, ഇതിനുള്ള മറുപടി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പറയാം. എവിടെ ഒന്ന് നിസ്കരിക്കുക? ഇക്കവാ അയാള് ലോറി തട്ടി മരിച്ച നടത്തണ ഉണ്ണി. ഇതായി പേപ്പറിലുണ്ട്. നാട്ടുകാരാണ് അയാൾ ആസ്പത്രിയിലാക്കിയത്. നാട്ടുകാരോ? ആക്സിഡന്റ് ആണെന്ന് ആരാ പറഞ്ഞു? പത്രം അത് ആക്സിഡന്റ് എന്നാ പറയണത്. പക്ഷേ നാട്ടുകാരാണ് അയാൾ ആസ്പത്രിക്ക് അടുത്ത് ഓടിയെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. ഇതിലൊക്കെ എത്രയേ ഉള്ളൂ, എന്തും വകതിരിവോടെ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരായി പത്രക്കാർ. അവര് കള്ളത്തരം എഴുതിയാലും അത് സത്യ. മെനക്കെട്ടത് മച്ചം നിന്റെ പേര് പോലും ഇല്ല. ഇതാണ് സത്യമെന്ന് അവരങ്ങനെ വിളിച്ചു പറയണ്ട. നിങ്ങളുടെ സ്വന്തം ലേഖന് തലയ്ക്ക് പിരാന്ത. ലോറി തട്ടി വീണ് നാട്ടുകാരെ ആശുപത്രിയിലാക്കി ഇത്ര ഭംഗിയായി സത്യം പറയാൻ അയാളാണോ മരിച്ച കുമാരേട്ടൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എങ്കിൽ നിങ്ങളെ തള്ളിക്കളയണം. ഈ ഞാനാണ് ആ കുമാരേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. കൈ കാണിച്ചിട്ട് പല മാന്യന്മാരും വണ്ടി നിർത്തിയില്ല. ഒടുവിൽ കിട്ടിയത് ട്രാക്ടറാണ്. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ അത്രയെങ്കിലും ചോര ശരീരത്തിൽ ബാക്കി നിൽക്കുമായിരുന്നു. ആ ചോരയുടെ മണം ഇപ്പോഴും എന്റെ വിരലുണ്ട്. ഇറ്റ് വാസ് എ ബ്രൂട്ടൽ മർഡർ ഇൻ കോൾഡ് ബ്ലഡ്. യു നോ ദാറ്റ്? ഇത് പത്രം എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അതായത് അതാണ് സത്യം. അല്ല, ഇതെടുത്ത് ആശ്രമം തുടക്കുന്ന ടിഷ്യൂ പേപ്പർ ആക്കരുത്. ഏയ്, നിങ്ങളുടെ പേരെന്താ? ഇപ്പോഴെങ്ങനെ ഈ പത്രക്കാർക്ക് സത്യം എഴുതാനും അറിയാന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ? മരിച്ചത് അടുത്ത നാട്ടുകാരാണെങ്കിലും ഒന്ന് നമ്മുടെ ഓർമ്മയിട്ടിട്ട് അത് മറക്കരുത്. ഈ കുമാരേട്ടനെ അറിയുന്നവർക്ക് ആ വേദന മനസ്സിലാവും.
മോനെ, മോന്റെ പേരാണല്ലോ പത്രത്തില്. അച്ചോട്ടിന് നന്ദിയുണ്ട്. ആ പുണ്യ മോന് കിട്ടും. ഞാൻ അച്ചോട്ടിനെ കാണാൻ വന്ന. ബൈക്കിൽ കയറാൻ പേടിയുണ്ടോ? പേടി ഉണ്ടെങ്കിലും അച്ചോട്ട് കയറും. ആ ചാത്തു, ആ മുറവും കൊട്ടിയെടുത്ത് ഒന്ന് അകത്തേക്ക് വെച്ച. ശരി, നിക്കട്ടെ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. MSc ഗോൾഡ് മെഡൽ. എനിക്കറിയാം. കുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ കിടക്ക. പോലീസൊന്നുമല്ല, അച്ഛന്റെ സ്നേഹിതനാ, ഒരു ഉണ്ണി. ഇത് തിരിച്ചു തരാനും അമ്മയെ ഒന്ന് കാണാനും കൂടി വന്നതാണ്. ഈ പണം ഇപ്പൊ നിങ്ങൾക്കൊരു സഹായമാവും. ഇതൊരു കടമാണ്. കുമാരേട്ടനിൽ നിന്നും ഞാൻ വാങ്ങിച്ച കടം. ഇത്തവണ നാട്ടിൽ വന്നാൽ ഇത് തിരിച്ചു തരണമെന്നും കുമാരേട്ടനോടൊപ്പം 1-2 ദിവസം കൂടണമെന്നൊക്കെ കരുതിയതാണ്. നടന്നില്ല, സാധിച്ചില്ല. എങ്കിലും ഒരു ഭാഗ്യമുണ്ടായി. വഴിയിൽ അവശനായി കിടന്ന കുമാരേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. കെട്ടിയ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് ഓടുമ്പോ കുമാരേട്ടന് ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തിരുന്നു. മോൾ അമ്മയാൾക്ക് പോയി കിടക്കും. അമ്മ വരൂ. പത്രം വായിച്ചിരിക്കും. അതിൽ ആദ്യം വന്ന റിപ്പോർട്ടും രണ്ടാമത് വന്ന റിപ്പോർട്ടും വായിച്ചു കാണും. വായിച്ചു. അങ്ങനെയാണെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? എന്നാലേ ഇവരൊക്കെ ഒന്ന് ഉണരൂ. ശരിയായ വഴിക്ക് ചെല്ലേണ്ടത് ചെന്നാൽ ഏത് കസേര ഒന്നിളകും. എന്താ ഒരു പരാതി കൊടുത്തൂടെ? ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. മോളൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. മോള് മാത്രമല്ല, ഞങ്ങളൊരു 10-40 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഇതാ. ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ. ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട്. നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും. ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ഷർട്ട് മുണ്ടിട്ട് തിരിച്ചു വരുവോ? ക്ഷമിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവൊന്നുമല്ല മനുഷ്യൻ. അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത്. ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ്. വഴിയിൽ അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ടു. ആശുപത്രിയിലാക്കി. 5-6 പേർ ചേർന്ന് അടിച്ചു വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു. പിന്നെ വാർഡിൽ കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലാക്കിയാൽ അത് ഇവിടെ വന്ന് പറയണത് എനിക്ക് അറിഞ്ഞുകൊള്ളൂ. തല്ലി വീഴ്ത്തിയ തനിക്ക് തന്നെ ആളെ ഹോസ്പിറ്റലാക്കിക്കൂടെ? ആർക്കും ഒരു അനക്കല്ലാതിരിക്കുമ്പോ ഒരു കടലാസും കുത്തിക്കെട്ടി ഷൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ, താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും. ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ ആര് CBI-യോ? മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ എം എ സോൾജിയർ വിത്ത് എ റെസ്പെക്റ്റഡ് റാങ്ക്. യു നോ ദാറ്റ്? എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വെക്കാനും ഞങ്ങളുടെ പോലീസ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മനസ്സിലായോ? എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം. എനിക്ക് പോകാൻ വേറെ വാതിലുകളുണ്ട്. എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളുമുണ്ട്. നൗ യു ക്യാൻ സിറ്റ്.
ഈ കടപ്പുറത്ത് ഒളിവാള് കളിക്കണത് തെരയില് തോണി ഇറക്കണത് ഒരുപോലെ. കാലിന് ഒരു പിടുത്തവും കിട്ടൂല. എത്ര പോയി കിട്ടി? 50 പോയടാ. ഒരു 50 കൂടെ പോയി കിട്ടുമ്പോ 100 ആവും. ഒരു ഫുൾ ഫിഗർ ആവും. ക്യാറ്റാ നിന്നെ എടാ ക്യാപ്റ്റാ, ഞാൻ പോവാ. വാ പോണം. ഞാൻ വരുന്നില്ല. കഴുത. അവരെന്തിനാ നമ്മളെ തല്ലിയത്? അപ്പം തിന്നാ പോരെ, കുഴിയണ് എന്തിനാ? വീണത് സുഖമായിരുന്നു. എന്റെ ഉമ്മയുടെ ഒടുക്കത്തെ തീരുമാനം സഹിക്കാൻ വയ്യാത്തത്. കള്ളം പറയുന്നോണ്ടാണ്ടാ എനക്ക് വേദനക്കണത്. ഞമ്മക്കറിയാജ് വീണതല്ലെന്ന്. ഞാൻ എന്തെങ്കിലും ഉമ്മയുടെ കള്ളം പറഞ്ഞിട്ടുണ്ടാ? ഇപ്പൊ പറഞ്ഞില്ലേ? പ്ലാവേന്ന് വീണ് മയ്യത്തായ എന്റെ വാപ്പായാണ് സത്യം. ഇത് വീണതാണ് ഉമ്മ. മയ്യത്തായ എന്റെ വാപ്പാനെ ഇടങ്ങറാക്കാണ്ട് ഒട്ടങ്ങി കട്ടക്കട്ട പെട്ടാലേ അവിടെ. ഞമ്മള് കോയമ്പ് ലേസം കൂടെ എടുക്കട്ടെ. അവിടെ കിടക്ക്. ഒന്നുള്ളും കോലക്കോണ്ട് അടിക്കാണെന്നാണ് പറമാണം. അത് ചെച്ചാത്തേന്റെ കൊയപ്പാണ് ഇതൊക്കെ. എന്തേ പറ്റിയത്? കരച്ചില് കേട്ടപ്പോ ഞാൻ ഓടി വന്നതാ. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോ റുക്കിയ പുറകിലിരിക്കുകയാണെന്ന് തോന്നി. അറിയാണ്ട് കെട്ടിപ്പിടിച്ചപ്പോ ഞാനും ബൈക്കും കൂടി തലേ കുത്തി വീണു. എന്തിനാ വേണ്ടാത്ത സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഓർക്കണത്? ഓർത്തത് കൊണ്ട് വീണതുകൊണ്ട് വേദനിച്ച്. ആ വേദന നീ തിരുമ്മി തന്നാ മാറും. ഒന്ന് തിരുമ്മിത്താ എന്റെ റുക്കിയ. അയ്യോ, ബാപ്പ വീട്ടിലുണ്ട്. ബാപ്പ വേണ്ട, നീ തിരുമ്മി തന്നാ മതി. അതല്ല, ആരും കാണാണ്ട ഞാൻ ഓടി വന്നത്. ഒന്ന് തിരുമ്മിത്താ എന്റെ ചെയ്താനെ. തിരുമ. ആഹാ ആഹാ, ഇപ്പൊ സുഖം തോന്നുന്നുണ്ട് കേട്ടാ. നല്ല സുഖം. എന്താണ് നിർത്തിയേ? തിരുമ പിണക്ക. നിന്റെ വിരലെന്താണ് ഉണക്കമത്തി പോലെ ഇരിക്കണത്? ഇപ്പൊ ശരിയായി.